നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കേ, ഓരോ ചതിയിലും ഓരോ പാഠങ്ങളാണേ. അതുകൊണ്ടാ കൃത്യമായിട്ടൊന്ന് നോക്കിയത്. തനിക്ക് തരാനുള്ള പണം പറഞ്ഞ സമയത്തിനുള്ളിൽ തന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും, പലിശ ഉൾപ്പെടെ. ഇറങ്ങുവളിയിൽ. അതെ, മാഡത്തിന്റെ റോള് കഴിഞ്ഞു. ഹീറോ ദാ പോവുകയും ചെയ്തു. പിന്നെ എന്തിനാ ഇവിടെ നിക്കുന്നേ? നീ കാണിച്ച പണിക്ക് ഇവരുടെ കൂടെ നിന്നെ ഇറക്കി വിടേണ്ടതാ. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാ, ഓർത്തോ. ഗൗതം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ? നിർമ്മലാന്റിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ശരിയാ, എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം. പാറു, ഈ ഡോക്യുമെന്റ്സ് അലമാരിൽ വെച്ചേക്ക്. ഞാൻ തിരിച്ചു വന്നിട്ട് വാങ്ങിച്ചോളാം. മോനെ, എന്തായാലും നമ്മുടെ വീട് നമുക്ക് തന്നെ കിട്ടിയല്ലോ. താങ്ക് യു മോനെ. അമ്മേ, താങ്ക് യു ഒക്കെ നമ്മൾ തിരിച്ചു വന്നിട്ട്. ഇപ്പൊ പോയിട്ട് കാര്യമുണ്ട്, വാ. ഈശ്വര, ഇവിടെ നടന്നതൊക്കെ ചെന്ന് ആന്റിയോട് പറഞ്ഞു. ഒരു പൊട്ടിത്തെറി ഉറപ്പാ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ അത് ചെന്ന് പറയണോ അതോ വേറെ ഏതെങ്കിലും വഴിയിൽ ആന്റി അറിയുന്നതായിരിക്കും നല്ലത്? അത് വേണ്ട, ഞാൻ തന്നെ പ്രസന്റ് ചെയ്യാം, അതാ നല്ലത്. വല്ലാത്ത യാത്രയായിപ്പോയി. റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല പാടായിരുന്നു. ഒന്ന് കുളിച്ച് ഫ്രഷായി നന്നായിട്ടൊന്ന് ഉറങ്ങണം. അല്ലെ, പോയ കാര്യമൊക്കെ എന്തായി? സക്സസ് ആയോ? പിന്നല്ലാതെ, എന്റെ കരിയറിൽ ഇന്നോളം ഞാൻ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഫെയിലിയർ ആയിട്ടുണ്ടോ? നിനക്ക് അറിയില്ല ശിവാനി, അതാണ് സത്യം. അല്ല, ഞാനിവിടെ ഇല്ലാതിരുന്ന ദിവസങ്ങളില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു ചെറിയ വിശേഷം ഉണ്ട് താനും. ചെറിയ വിശേഷോ? അതെന്താ? അത് പിന്നെ ആ ഗൗതം കൊണ്ടുവന്ന സെർവന്റ് ഇല്ലേ നിർമ്മല, എന്താ അവള് ചത്തോ? നിർമ്മല മരിച്ചു. എന്താ, മരിച്ചെന്നോ? എങ്ങനെ? മരിച്ചതൊന്നുമല്ല, കൊന്നതാ. ആര്? ഞാനും ജ്യോതി ആന്റിയും കൂടി അവൾക്ക് മയങ്ങാനുള്ളൊരു മരുന്ന് കൊടുത്തു. അത് അല്പം ഡോസ് കൂടിപ്പോയി ആന്റി. ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചതല്ല. നിന്നപ്പില് വീണു ചത്തു. എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാനായിരുന്നു നമ്മളും ആലോചിച്ചിരുന്നത്. അതിപ്പോ ഇങ്ങനെയായല്ലോ. അതല്ല ആന്റി പ്രശ്നം. ഞങ്ങള് നിർമ്മലയ്ക്ക് മരുന്ന് കലക്കി കൊടുക്കുന്നതിന്റെ വീഡിയോ നിധി കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തു. അതോടെ ശരിക്കും ഞങ്ങൾ പെട്ടു. സംഗതി കൊലപാതക കേസല്ലേ? ആ നിധി എങ്ങാനും പോലീസിൽ അറിയിച്ച ജ്യോതി ആന്റി ഞാനും അകത്താവും. പിന്നെ എന്ത് ചെയ്യാന്? ഓ, അത് ശരി. നിധിയെ തോൽപ്പിക്കാൻ വന്നവര് രണ്ടും ഇപ്പൊ ജയിലിൽ പോകേണ്ട അവസ്ഥയിലായി അല്ലേ?
അല്ല അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇതിന് ബുദ്ധിപൂർവ്വം തലയങ്ങൂരി. അതെങ്ങനെ? ഞങ്ങള് ഗൗതവും നിധിയായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എഗ്രിമെന്റോ? ചന്ദ്രബോസ് അങ്കിള് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഈ വീടിന്റെ ഡോക്യുമെന്റ്സ് തിരികെ കൊടുത്താ ഞങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് പറഞ്ഞു. അതോടുകൂടി ഡോക്യുമെന്റ്സ് തിരികെ കൊടുത്ത് ജ്യോതി ആന്റിയും CKC അങ്കിളും ഈ വീട്ടിൽ നിന്ന് പോയി. പോയോ? നീ എന്തൊക്കെയാ ശിവാനി ഈ പറയുന്നത്? ഇതിന്റെ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞെന്നല്ലേ ശിവാനി? അയ്യോ ആന്റി, അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഞങ്ങളിപ്പോ ചെയ്യില്ല. എങ്ങനെയെങ്കിലും ആ CKCയും ജ്യോതിർമയെ ഉപയോഗിച്ച് നിധിയെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാ ഞാൻ. ഓ, നിങ്ങളുടെ ഈ പൊട്ടബുദ്ധി സ്വഭാവം കാരണം എല്ലാം നശിപ്പിച്ചല്ലോ. എന്നിട്ടേ ചത്തുപോയ ആ സാധനത്തെ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല, മോർച്ചറിയിൽ ഇരിക്കുക. ഗൗതവും നിധി ആശുപത്രിയിലേക്ക് പോയേക്ക്. ചിലപ്പോ പോസ്റ്റ്മോർട്ടം ഒക്കെ കാണുമായിരിക്കും. ബോഡി നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവോ അതോ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നറിയില്ല. ഇനി അവളെ ഇവിടേക്കും കെട്ടിയെടുക്കുവോ? അത് അവിടെ വണ്ടി വന്നു തോന്നുന്നു. നീ വന്നേ,